തസവൂഫ് ഇൽമിയുമുണ്ട്, തസവൂഫ് അമലിയുമുണ്ട്. തസവൂഫ് അമലിയാണ് ത്വരീഖത്ത് എന്നത്. ത്വരീഖത്തുൻ അഖ്ദുൻ ബിഅഹ്വത കൽവറ വഅസീമത്തിൻ കരിയാളത്തിൻ മുതബത്തില എന്ന് ശൈഖുനായുടെ അജ്ദാദിൽപ്പെട്ട വലിയ മഖ്ദൂം തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞല്ലോ. ശൈഖുന തസവൂഫ് ഇന്ന ത്വരീഖത്തുൻ അഖ്ദുൻ ബിഅഹ്വത, ഏറ്റവും ദുഷ്കരമായത്, ഏറ്റവും സൂക്ഷ്മതയുള്ളത് പിടിച്ച് ജീവിക്കലാണ് തസവൂഫ്. കൽവറ, വറ എങ്ങനെയാണോ അതുപോലെ തന്നെ ഏറ്റവും സൂക്ഷ്മതയുള്ളത് പിടിച്ച് ജീവിക്കലാണ് തസവൂഫ്. വഅസീമത്തിൻ, ദൃഢമായ തീരുമാനമെടുത്ത് ആ തീരുമാനത്തിനോട് മനസ്സിനെയും ശരീരത്തെയും ഒപ്പിച്ച് കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കലുമാണ്. കരിയാളത്തിൻ, ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനിലായി പരിശീലിപ്പിച്ച് ആ പരിശീലനത്തോടുകൂടെയുള്ള ജീവിതമാണ് തസവൂഫ്. മറ്റുള്ള എല്ലാറ്റിൽ നിന്നും മുറിഞ്ഞുകൂടി വേണ്ട പോലെ ഈ പരിശീലനം നഫ്സിന് കൊടുക്കണം, ഖൽബിന് കൊടുക്കണം, ആത്മാവിന് കൊടുക്കണം, ശരീര അവയവങ്ങൾക്ക് കൊടുക്കണം. ശൈഖുന അവസാന കാലത്ത് ഹോസ്പിറ്റലിലായപ്പോൾ ആ സമയത്ത് ശക്തമായ ശ്വാസം മുട്ടുന്ന സമയമാണ്. അപ്പോൾ ഈ സുന്നീൽ ഉസ്താദുമാരുണ്ട്, ശൈഖുനായുടെ അടുത്ത് ഹോസ്പിറ്റലിലുണ്ട്. എന്നാൽ ആ സമയത്തും ശൈഖുനൊന്ന് ഇളകിയാൽ ശ്വാസം മുട്ടിയിട്ട് വല്ലാതെ പ്രയാസപ്പെടും. പക്ഷെ ശൈഖുന അതിനൊന്നും കരയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ദർസ് മുടങ്ങിയപ്പോൾ മാത്രമേ കരയുന്നത് കണ്ടിട്ടുള്ളൂ. എത്ര പ്രയാസം ഉണ്ടായാലും ശൈഖുനായുടെ മുഖത്ത് പ്രയാസം അറിയപ്പെടൂല. അതേസമയം നമ്മളും കൂടെയുള്ളവരൊക്കെ ശൈഖുനായുടെ ആ പ്രയാസം കണ്ട് കരഞ്ഞിട്ട് ശൈഖുനായുടെ മുഖത്ത് അപ്പോഴും തബസ്സുമ്, പുഞ്ചിരി മാത്രമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ആ സമയത്ത് ഒന്ന് ഇളകിയാൽ ശൈഖുനാക്ക് ശ്വാസതടസ്സം വരും. അങ്ങനെ ലോറ് നിസ്കരിച്ച് അസറാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഞ്ഞപ്പറ്റ ഉസ്താദ് ശൈഖുനായുടെ ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അള്ളാഹു തആല നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള തൂരുൽ ഉംർ ഇൽമിൻ്റെ ഖിദ്മത്തിലായി അള്ളാഹു തആല നൽകി കൊടുക്കട്ടെ. ഇത്രയും ഡയാലിസിസായിട്ടും ദർസ് മുടങ്ങാതെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല ഖുവത്തും ആഫിയത്തും വർദ്ധിപ്പിച്ച് ഇൽമിൻ്റെ നഫ്അ് അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ.